വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് LDF നേതാക്കളുടെ ഒഴുക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇക്കുറി പാലക്കാട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. പാലക്കാട് CPM-നെ സംബന്ധിച്ച് ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിടമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട്ടെ സീറ്റുകളിൽ ഏറിയ പങ്കും LDF ആണ് വിജയിച്ചിരിക്കുന്നത്. എന്നാൽ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് CPM തകർന്നടിഞ്ഞത്. ഇതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുള്ള പല പഞ്ചായത്തുകളിലും CPM വിമത ശല്യമാണ് അവർക്ക് പാരയായത്. പ്രശ്നങ്ങൾ താൽക്കാലികമാണെന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ CPM ശ്രമിക്കുന്നതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയം കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. PK ശശിയിൽ തുടങ്ങി ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിൽ വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. മലമ്പുഴയിൽ സുരേഷ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് സുരേഷിനെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച സുരേഷ് പുതുയുഗ യാത്രയുടെ കൊടി പിടിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ചയാണ് യാത്ര മലമ്പുഴയിലെത്തുന്നത്. ഈ ഘട്ടത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ജാഥയിലേക്ക് UDF നേതാക്കൾ ക്ഷണിച്ചിട്ടുള്ളതായി സുരേഷ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പങ്കെടുക്കണോ എന്ന കാര്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സുരേഷ് പറയുന്നത്. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് സുരേഷുമായി UDF നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ തന്നെ എന്തുകൊണ്ട് CPM തിരിച്ചെടുക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. 1965 നിലവിൽ വന്ന മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദനും EK നായനാരും T ശിവദാസനും ഉൾപ്പെടെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ പലവട്ടം പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. A പ്രഭാകരനാണ് നിലവിലെ സിറ്റിംഗ് MLA. UDF കഴിഞ്ഞ 2 തവണയായി BJPക്കും പിന്നിൽ മൂന്നാമതായി പോയ സീറ്റാണ് മലമ്പുഴ. VSന്റെ വിശ്വസ്ത അനുയായിയായിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ എന്തെങ്കിലും രീതിയിൽ ചലനമുണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. CPM-ന്റെ ചുവപ്പുകോട്ടയിൽ സുരേഷിനെ പോലെയൊരാളെ മത്സരിപ്പിക്കുന്നത് മണ്ഡലത്തിന് കൂടുതൽ രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ CPM-നെ ഞെട്ടിച്ച കൊഴിഞ്ഞാമ്പാറ മാതൃക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പല ഭാഗത്തും പരീക്ഷിക്കാൻ ഇതോടെ CPM വിമതർ തീരുമാനിച്ചു കഴിഞ്ഞു. CPM വിമതരും UDF-ഉം ജില്ലാ CPI നേതൃത്വവുമായുള്ള തർക്കം കടുത്ത വിഭാഗീയതയിലേക്ക് നീങ്ങിയപ്പോൾ വിമത വിഭാഗം CPM നേതാക്കൾ UDF-നൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചിരുന്നു. ഇതേ മാതൃകയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കുക. ഇതോടെ പാലക്കാടിന് പുറമെ 2-3 മണ്ഡലങ്ങൾ കൂടി ഇക്കുറി UDF-നൊപ്പം എത്തുമെന്ന് ഉറപ്പിക്കാം. നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ആ ജില്ലയിൽ UDF അക്കൗണ്ടിലുണ്ടായിരുന്ന ഏക മണ്ഡലം. അവിടെ നിന്ന് ഈ സമീപനത്തിലൂടെ 3 സീറ്റുകൾ അധികമായി പിടിക്കാമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വിമതരുടെ പക്ഷത്തേക്ക് മുൻ MLA PK ശശിയെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ശശി വിമതരെ നയിക്കുമെന്ന് ഉറപ്പായതോടെ കരുത്തരുടെ കൂട്ടമായി CPM വിമതർ മാറിക്കഴിഞ്ഞു. ഇതിനായി PK ശശിയുമായി സംസാരിച്ചെന്നും എന്നാൽ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലെന്നും വിമത നേതാവും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ഉമായി ചേർന്ന് കൊഴിഞ്ഞാമ്പാറയിലെ ആകെയുള്ള 19 സീറ്റിൽ 13 സീറ്റ് ഇന്ത്യ മുന്നണി പിടിച്ചായിരുന്നു. ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കാലുമാറി മറുപക്ഷത്തേക്ക് പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഇന്ത്യ സഖ്യമാണ് ഭരിക്കുന്നത്. ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷമാണ് പാലക്കാട് ജില്ലയിലെ CPM-നുള്ളിൽ ശക്തമായ വിഭാഗീയത രൂപപ്പെട്ടത്. ഇത് പരസ്യ പ്രതികരണത്തിലേക്കും പരസ്യ പ്രകടനത്തിലേക്കുമെല്ലാം നയിച്ചത് വലിയ തലവേദനയായാണ് പാർട്ടിക്കുണ്ടായത്. ഇതിന്റെ ബാക്കിയായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലും വിമതർ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ചത്. അക്കൂട്ടത്തിലാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരണം പോലും നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം രൂപപ്പെട്ടത്. ഈ ആത്മവിശ്വാസത്തിലാണ് വോയിസ് ഓഫ് വടക്കാഞ്ചേരി പോലുള്ള മറ്റ് വിമത വിഭാഗങ്ങളെ കൂടെ ഒരുമിപ്പിച്ച് ജില്ലയിലാകെ ഇന്ത്യ മുന്നണിയുടെ പേരിൽ മത്സരിക്കാൻ വിമത വിഭാഗം ശ്രമം നടത്തുന്നത്.